സാങ്കേതിക പരിജ്ഞാനമുള്ളവരും അന്ധവിശ്വാസത്തിന്റെ മുൻനിര പ്രചാരകരായി മാറുന്നത് ആശങ്കയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി തുക മാറ്റിവെക്കുന്നതിൽ രാജ്യം വളരെ പിന്നിലാണ്. കേരളം ഇക്കാര്യത്തിൽ വേറിട്ട് നിൽക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ശാസ്ത്ര സാങ്കേതിക പ്രൊഫഷണലുകളുടെ സംവാദം പ്രൊഫഷണൽ കണക്ട് 2025 സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശാസ്ത്രം പിന്നോട്ടും അന്ധവിശ്വാസം മുന്നോട്ടും വരുന്ന കാലഘട്ടമാണിത്. അത്തരമൊരു ഘട്ടത്തിലാണ് ശാസ്ത്ര സാങ്കേതിക പ്രൊഫഷണലുകളുമായി നടത്തുന്ന സംവാദത്തിന്റെ ആവശ്യകത മുഖ്യമന്ത്രി എടുത്തു പറയുന്നത്. സാങ്കേതിക വൈജ്ഞാനത്തിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാർ നയം. രാജ്യത്ത് ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തുവരുന്നത് ആശങ്കയുണ്ടാക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരും ഉത്തരവാദപ്പെട്ട ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്നവരും അന്ധവിശ്വാസത്തിന്റെ മുൻനിര പ്രചാരകരാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതൊരു അപകടകരമായ അവസ്ഥ കൂടിയാണ്. നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. IIT ഡയറക്ടർ ഗോമൂത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മറ്റൊരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ക്ലാസ് റൂം ചുമരുകളാകെ ചാണകം പൂശുന്നു. ഇത്തരം കാഴ്ചകളാണ് ഓരോ ദിവസവും നാം കാണുന്നത്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ പാർക്കും സയൻസ് പാർക്കും തുടങ്ങിയത് കേരളത്തിലാണെന്നത് മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടി. 600 കോടി രൂപ മുടക്കി 3 പാർക്കുകൾ കൂടി തുടങ്ങും. ഗവേഷണത്തിനായി തുച്ഛമായ തുകയാണ് കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നത്. ആ തുക പോലും അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രീയ സത്യങ്ങളായി അവതരിപ്പിക്കാനാണ് വിനിയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പല വികസ്വര രാജ്യങ്ങളും GDPയുടെ 3% ഗവേഷണങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് കേവലം 0.6% മാത്രമാണ്. കേരളത്തെ AI ഹബ്ബാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പൊതുസംവാദങ്ങൾ ജനാധിപത്യ സർക്കാരുകൾക്ക് അനിവാര്യമെന്നും ഇത് ഇന്ന് നടക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ VK രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ജീവശാസ്ത്രം, കാർഷികം, IT, വ്യവസായം, ധനകാര്യം, ഹരിത ഊർജം എന്നീ മേഖലയിലുള്ളവർ പങ്കെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം.